പ്രൈസ് വരുന്നത് ഞാൻ കൊടുത്തത് 200 രൂപയാണ്. ഇതാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം. ട്രാവലേഴ്സ് ഉണ്ട്, പക്ഷെ അത്രയും റഷൊന്നുമില്ല. നിൽക്കുന്നുണ്ടോ? പൊട്ടിക്കുന്നു വണ്ടി കണ്ടോ? വണ്ടി ഓടിക്കുന്ന ഒരു വിവരമില്ലാത്ത പോലെ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കിടില സ്ഥലം കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഡോമെട്രിയാണ്. ഇവിടെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ ഒറ്റയ്ക്കുള്ളൂ. ഇവിടുത്തെ പ്രൈസ് വരുന്നത് ഞാൻ കൊടുത്തത് 200 രൂപയാണ്. റിയലായിട്ട് 250 രൂപയാണ് ശരിക്കും പൈസ. നേരത്തെ 150 രൂപയായിരുന്നു. ഒരാൾക്ക് നല്ല സൂപ്പറായിട്ട് സ്റ്റേ ചെയ്യാം. ഇതാണ് സെറ്റപ്പ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാം. ഇപ്പം സമയം 9 മണിയായി. നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇറങ്ങട്ടെ. വെള്ളം ഗൈസ്. അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ എന്താ നമ്മൾ ഒരു കുപ്പി വെള്ളം എടുത്തു വിടുന്നു. ഇതാണ് സ്ഥലം. നല്ല സ്റ്റേ ആട്ടോ. വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇച്ചിരി പേടിച്ചു തന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാര്യം സ്ഥലം അറിയാത്തതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ചെറിയൊരു പേടി. ഇപ്പം ഞാനിപ്പം ദൂത് പത്രി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനാണ്. അപ്പം ഇവിടെ എനിക്ക് ഇന്നലെ ഒരു പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഇന്നലെ ഫുഡ് കഴിച്ചതിൻ്റെ പൈസ പേയ്മെൻ്റ് ആയില്ല. അപ്പോൾ ആ പൈസയും കൊടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം. ഇത് ഇവിടെ എന്താ നമ്മുടെ മറ്റേ കുരുക്ഷേത്ര പടത്തിനകത്ത് ഒരു പാട്ടിനകത്ത് ഉള്ള കായലില്ലേ, അതുപോലത്തെ സ്ഥലം. കിട്ടുന്ന സ്ഥലം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഒരു ദിവസം കറങ്ങാം. ശ്രീനഗർ ഒരു ദിവസം കറങ്ങണം. ഇപ്പം ദൂത് പത്രി പോയിട്ട് ശ്രീനഗർ കറങ്ങണം എന്നുള്ളതാണ് പ്ലാൻ. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ട്രാവലേഴ്സ് ഉണ്ട്, പക്ഷെ അത്രയും റഷൊന്നുമില്ല. ട്രിപ്പ് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ വീട് കണ്ടോ? കൊള്ളാല്ലേ. നമുക്കിനിയിപ്പം ആ പേയ്മെൻറ്റ് ചെയ്തിട്ട് ദൂത് പത്രിയിലേക്ക് പോവാം. ഇവിടെയൊക്കെ അത് ഇതെവിടെയാണ് ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ച സ്ഥലം. ന്യൂ സായി വൈഷ്ണോ ധാബയിലെ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അത് കഴിച്ചു. അവിടെ പേയ്മെൻറ്റ് കൊടുക്കട്ടെ. അങ്ങനെ ആ പേയ്മെൻറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ എങ്ങോട്ടൊന്നില്ലാതൊരു പോക്കാ. ദൂത് പത്രി പോണം. എല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഭയങ്കര ബഡ്ജറ്റാണ്. ഇവിടുന്ന് എനിക്കൊന്ന് എല്ലായിടത്തേക്കും ഒരു ടാക്സിയാണ് പരിപാടി. ടാക്സി ഭയങ്കര പൈസയായി ഇവർ പറയുന്നത്. ലോക്കൽ ബസ് കിട്ടുകയായിരുന്നു എത്രയും നല്ലതായിരുന്നു. നോക്കാം ഞാൻ എങ്ങോട്ട് പോകണ്ടേ നോക്കട്ടെ. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ സ്ഥലം പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോകണം. അവിടുന്ന് ബസ്സിന് 15 രൂപ ആവുന്ന പറഞ്ഞു. ഇവിടുന്ന് അവിടെ വരെ. അവിടുന്ന് പിന്നെ ടാക്സിക്ക് ദൂത് പത്രിക്ക് പോകാൻ പറ്റുമോ?
ശ്രീനഗറിൽ നിന്ന് ബസ് പിടിച്ച് ഞാൻ ദാൽ ലേക്കിലേക്ക് പോവാണ്. ഇതൊക്കെ നമ്മൾ സിനിമയിലും പടത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. വിൻ്ററിൽ ഇവിടെ എന്തായിരിക്കും അല്ലേ? ഒരു പ്രാവശ്യം വിൻ്ററിലും വരണം. പൊളി. ഞാനിവിടുത്തെ ഇപ്പം വേറൊരു ഇവിടുത്തെ ഉള്ളൊരു ഡ്രൈവറിനോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടെ ഒരു TRC ഉണ്ട്, എന്നുവെച്ചാൽ ട്രാവൽ ഏജൻസിയാണെന്ന് തോന്നുന്നു ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ അവരോട് ചോദിക്കും, അവർ ബസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ചെയ്യാം. കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു, 1.5 കിലോമീറ്റർ. കുറച്ച് ചൂടായി തുടങ്ങി കേട്ടോ. അവിടെ ടാക്സി എടുക്കാതെ യാത്ര ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ ചെയ്യും. നമ്മൾ 3 ദിവസം ഇവിടെ നിൽക്കുന്നുള്ളൂ. നോക്കി TRC എന്ന് പറഞ്ഞൊരു സ്ഥലം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ അവിടെയാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുക. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ വന്ന സ്ഥലമല്ലേ ഇത്? ഇവിടെ മുഴുവൻ പോലീസും പട്ടാളം കേട്ടോ. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ സുരക്ഷിതരാണ്, ഓക്കെ, പക്ഷെ എപ്പോഴും നമ്മളൊരു അണ്ടർ കൺട്രോളിലാണ്. ഫ്രീഡം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ ഈ സോളോ ട്രാവൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമ്മൾ കുറേ സഹിക്കാനുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നൊരു ബുദ്ധിമുട്ടായി കാണരുത്. നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട് ഇവിടെ. TRC ഇത് ഇന്നലെ നമ്മൾ വന്ന സ്ഥലമല്ലേ? ഇന്നലെ മറ്റേ വാട്ടർ ഷോ ഒക്കെ കണ്ട സ്ഥലമായത്. അങ്ങാ ബിൽഡിങ്ങാന്നാ പറഞ്ഞേ TRC. നോക്കാം. പ്രൊട്ടക്ഷനാണെന്നറിയോ എൻ്റെ മോനെ? ഇന്ന് നടിക്കുന്നുണ്ടോ? തൊട്ടാ പൊട്ടിക്കുന്നു വണ്ടി കണ്ടോ? ഇവിടെ സ്ഥിരം ഇങ്ങനെയാണോ അതോ ഇവിടുത്തെ പോലീസൊക്കെ വെൽ ആംഡായിട്ടാണ് നിൽക്കുന്നത്? അവരെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. എന്നാലും അവരുടെ പോലീസുകാരെ മാത്രമല്ലേ എടുത്തുള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്താന്നാ പറഞ്ഞത്. അവിടെ പോയാലേ നമുക്ക് അറിയത്തുള്ളൂ ഇവിടുന്ന് ബസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ നോർമൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചോദിച്ചിട്ട് നമുക്ക് നോർമൽ ആൾക്കാരോട് ചോദിക്കാം, അതായിരിക്കും നല്ലത്. എത്ര സേഫായിട്ടല്ലേ നമ്മളെ നാടിനെ ഇവർ കൊണ്ടു നടക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുക, പട്ടാളക്കാരുടെയും. ഇതാണ് TRC കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഇന്ന് ഇതാണ് TRC. ഇവിടുന്ന് നമുക്ക് നല്ല ഇൻഫർമേഷൻസ് കിട്ടും. അതായത് ഇപ്പം ഒരു സ്ഥലം ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് നമ്മളെ പറ്റിക്കും, അവർക്ക് അറിയത്തും ഉണ്ടാവില്ല. ബസ്സുകാർ നമ്മളെന്തായാലും പറ്റിക്കും, ഓട്ടോക്കാർ ചിലപ്പോൾ പറ്റിക്കും. പക്ഷേ ഇവർ ഇതിന് ആയിട്ട് നിയോഗിച്ചിട്ടിരിക്കുന്ന ഗവൺമെൻറ് ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം ഏതൊക്കെ തുറന്നിട്ടുണ്ട്, ഏതൊക്കെ ക്ലോസ്ഡ് ആണ് എന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാനിപ്പം ദൂത് പത്രിക്ക് പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, ഇന്നത്തെ ദിവസം എന്തായാലും ശ്രീനഗറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കാണാം ഇന്ന്. അതാണ് ഇപ്പോൾ പ്ലാൻ. ബോർഡിനകത്ത്
കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്താണ് ലാൽ ചൗക്ക്. അപ്പോൾ എന്തായാലും ലാൽ ചൗക്കിലേക്ക് പോയി നോക്കാം. അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് തോന്നുന്നു. ബാക്കി ഒക്കെ എനിക്കറിയാം, അതൊക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. എന്തായാലും ലാൽ ചൗക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. കുറച്ച് 6 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് തോന്നുന്നു. മറ്റേ ഒരു ശ്രീനഗർ എന്നുള്ള നമ്മുടെ ഐ ലവ് കൊച്ചി എന്നൊക്കെ എഴുതിയിരിക്കുന്ന പോലെ ശ്രീനഗർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റേഞ്ചില്ല. മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് അഥവാ ഇവിടെ ഇത് ഗോൾഫാട്ടോ, ഗോൾഫിൻ്റെ പരിപാടിയാണ്. നിങ്ങൾക്ക് ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നി നിങ്ങൾക്ക് പെട്ടുപോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഗൂഗിളിൽ ഓഫ്ലൈൻ മാപ്പ് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അത് വെച്ചാൽ പോകുന്നത്. എന്ന് വെച്ച് എല്ലാം നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മളത് വെച്ചിരിക്കുന്നത് എപ്പോഴും. പിന്നെ നിങ്ങൾ നിൽക്കുന്ന ഒറ്റയ്ക്കാണ് വരുന്നെങ്കിൽ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ ലൊക്കേഷൻ എങ്ങനെയെങ്കിലും അടയാളപ്പെടുത്തി വെക്കണം. കാരണം തിരിച്ച് നമുക്ക് അവിടെ എത്തേണ്ടതാണ്. ആ സ്ഥലം എങ്ങനെയെങ്കിലും നോട്ടിലോ മൊബൈലിൽ നോട്ട് ചെയ്തൊക്കെ അങ്ങനെ വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും തിരിയാത്ത പോലെയാവും. അത്തും പിത്തും തിരിയാത്ത കളി കളിക്കേണ്ടി വരും നമ്മൾ. ഇവിടെ എല്ലാം ഗോൾഫിൻ്റെ ഗ്രൗണ്ടാണ്. ഇവരേത് ഭാഷയാണ് പറയുന്നത്? ഹിന്ദിയും പറയും, എനിക്കൊന്ന് അറബാന്ന് തോന്നുന്നു, അറബിക്കാന്ന് തോന്നുന്നു. ഗൈസ് അങ്ങോട്ടൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ മുഗൾ ഗാർഡനിലേക്ക് പോവാം. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും, ഇന്ന് 3 സ്ഥലങ്ങളാണ്. മുഗൾ ഗാർഡൻ, ദാൽ ലേക്ക്, അതിനിടയ്ക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അപ്പം നോക്കിയിട്ട് പോവാം. ദാൽ ചൗക്കിലേക്ക് ഒന്നുമില്ല എന്നാണ് പറഞ്ഞു. ഒരു ക്ലോക്ക് ടവർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. സോ പ്ലാൻ ചേഞ്ച്ഡ്. നമുക്ക് നമ്മുടെ പ്ലാനുകൾ എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അനുസരിച്ചും കൂടി ഇരിക്കും. ഇവിടെ ആരൊക്കെയോ കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ആരാന്നൊന്നും മനസ്സിലാവുന്നില്ല. ഫുള്ള് പോലീസും. നമുക്ക് ഇവരെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ അവർ ആണോ എന്താ അല്ലേ, എന്ത് സെക്യൂരിറ്റിയാന്ന്. നമ്മളിപ്പോൾ മുഗൾ ഗാർഡനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ നിൽക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ 1 നമ്പർ ബസ്സിൽ കയറിയാൽ മതി, സിറ്റി പോയി ഇറങ്ങാമെന്നാണ് പറഞ്ഞത്. ഒന്നും അറിയത്തില്ല, നോക്കാം. ഓ ഇവിടെ വണ്ടി ഓടിക്കുന്ന ഒരു വിവരം ഇല്ലാത്ത പോലെ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. എല്ലാം ഹോണും അടിച്ച് മൊത്തം അലമ്പ ഇവിടെ മൊത്തം. അതിന് ഇന്ത്യ തന്നെ, എല്ലാം ഇന്ത്യ പോലെ തന്നെ. അങ്ങനെ ഞാൻ മറ്റേ മുഗൾ ഗാർഡനിലേക്കുള്ള ഇത് ബസ് കയറി. അപ്പോൾ ഇനിയിപ്പം മുഗൾ ഗാർഡൻ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മുഗൾ ഗാർഡനിൽ ഇറങ്ങി. 2 മുഗൾ ഗാർഡൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ വന്ന ബസ്. അവിടുന്ന് എനിക്ക് 20 രൂപ പോയിൻ്റായി ഇവിടെ വരെ. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതലും അല്ലേ. ഇതല്ലേ മുഗൾ ഗാർഡൻ. ഇന്ന് ചൂടുണ്ട് കേട്ടോ നല്ല. ഇവിടെ വണ്ടി ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊന്നും അത്ര എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ എക്സ്പേർട്ടായിട്ടായിരിക്കും ഓടിക്കുന്നത്. പക്ഷെ ഇവർ ഭയങ്കര റഷാണ്. ഇവർ ഭയങ്കര ഇതാ മുഗൾ ഗാർഡൻ. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. അങ്ങനെ നമ്മൾ മുഗൾ ഗാർഡനിലെത്തി. വലിയ സെറ്റപ്പ്. നമ്മുടെ വൃന്ദാവനൊക്കെ ഇല്ലേ മൈസൂരൊക്കെ ഉള്ളത്, അതുപോലെയൊക്കെ ഉണ്ടാവും. ഇവിടെ 2-3 ശ്രീനഗർ 2-3 ഗാർഡനും ഒരു എന്തോ പാലസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതൊന്നും കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പം ഞാനിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ശ്രീനഗറിൻ്റെ ഭംഗി, നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഐസ്, തണുപ്പ്, മലകൾ, ഇതൊക്കെ കാണാനാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിപ്പോൾ ഇന്ന് ഞാനിന്ന് എണീക്കാൻ കുറച്ച് ലേറ്റായി പോയി. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും എവിടെയും പോയാൽ നാളെ എന്തായാലും
ഒന്നെങ്കിൽ സോനാമർഗ് അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടെ ഉണ്ട്, ഗുൽമർഗ്. രണ്ടിലേതിലും പോവും. ഇതാണ് ഇവിടുത്തെ കൂടുതലും പൂക്കളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മഞ്ഞ് കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. കിടിലൻ വൈബായിരിക്കും. ഓ കൊള്ളാട്ടോ. കാരണം പൂക്കളൊക്കെ ഇപ്പം ആവുന്ന സമയമാണ് തോന്നുന്നു ഇവിടെ കാശ്മീരിൽ. മല കണ്ടാ രസമല്ലേ. തണുപ്പ കഴിഞ്ഞ് ഒരു രക്ഷ ഉണ്ടാവില്ല ഇവിടെ. നമ്മളിവിടെ വന്ന് വ്ലോഗ് ചെയ്യും ബ്രോ. തണുപ്പാകുമ്പോൾ നമ്മളിവിടെ വരും. ഇവിടെ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു മഞ്ഞുകാലത്തിന് മുമ്പായിട്ടൊന്ന് ചില്ല് ചെയ്യാനും ഇതല്ലേ ഇതേപോലെ ഇരുന്ന് വന്ന് നമ്മൾക്കിവിടെ ഇരുന്നിട്ട് ഒന്ന് വേണം. നമ്മൾ ഫുഡെല്ലാം കഴിക്കില്ലേ ക്യാമ്പിങ് പോലെ, അതുപോലെ ചെയ്യാനാന്ന് തോന്നുന്നു ഇപ്പം ചെയ്യുന്ന സമയം. കുറച്ച് നടന്നെത്തിയപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടു. എന്താ വൈബല്ലേ. എൻ്റെ മോനെ നോക്കി പൊളി. കുതിരയുണ്ട് ഇവിടെ, കുതിരയുടെ കാലിപ്പാട് പോലെ. വാ 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 എൻ്റെ മോനെ. അവിടെ കുറേ പിള്ളേർ ഓടിയിരുന്നുണ്ട്. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ മറ്റേ ചീവീടിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയില്ല. ചീവീട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ആപ്പിൾ മരല്ലേ. ആപ്പിൾ ഇല്ലല്ലേ, പറിച്ചതാണോ? അല്ല, സീസൺ ആവുന്നേ ഉള്ളൂ. ഒരു മരം നോക്കി. ഇവിടെ ഇങ്ങനെ കുറച്ച് നിർമ്മിതികളുണ്ട് കേട്ടോ. വൃന്ദാവനൊക്കെ പോലെയാണ്, ചെറിയ മൈസൂരിലുള്ള വൃന്ദാവനൊക്കെ പോലെ തന്നെ ഒരു ഗാർഡൻ. പ്രത്യേകിച്ചൊന്നും, കുറച്ച് പേര് എണ്ണ ചില്ല് ചെയ്തിരിക്കുക, നല്ല രസമാണ്. എന്തായാലും ഇതാണ് നമ്മുടെ ഗൂഗിളിലൊക്കെ ഈ ഗാർഡനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇവിടെ വാട്ടർ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ രാത്രിക്ക്. അത് വൈബായിരിക്കും. ഇവിടെ നല്ല വ്യൂ. ഓക്കെ, ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഓരോ കല്ലിട്ടിട്ടുണ്ട്. ഇവിടുത്തെ പൂവിനൊക്കെ ഒരു പ്രത്യേക കളറാട്ടോ. അതുകൊണ്ടോ ഇല്ലടാ വെയിലടിക്കുമ്പോഴേ. മല നോക്കി, നമ്മളെപ്പോഴും അട്രാക്ട് ചെയ്യുന്ന മലകളാണ്. ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഗ്യാതറിങ് ചെയ്യുക, അതാണ് മെയിൻ സംഭവം. കണ്ടോ അവിടെ കണ്ടോ. ഇപ്പം കാശ്മീരിൽ പൂക്കളുണ്ടാകുന്ന സമയമല്ലേ. ഇതെന്തോ പഴം. അടിപൊളി. ഇവിടെയും രാത്രിക്ക് എന്തോ പരിപാടിയൊക്കെ വരുമ്പോഴേ സ്റ്റേജ് പോലെ ഇരിക്കും. എന്താ
ഇവിടെ നിന്നുള്ള വ്യൂ. കൂടുതലും സ്കൂൾ പിള്ളേരും അല്ലെ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് ഇരുന്നിട്ട് 2 ഫാമിലി 3 ഫാമിലിയൊക്കെ ഒരുമിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് ചില്ലടിച്ച് പോവാം. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്താ ഉള്ളത് നോക്കാം. പിള്ളേരുടെ കളിക്കുന്നു. പൂവിൻ്റെ ഒരു കളി തന്നെ ഇവിടെ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 10-15 ദിവസം കൂടെ കഴിയുമ്പോൾ ഭയങ്കര പൂവിൻ്റെ ഒരു കളി തന്നെയായിരിക്കും ഇവിടെ. സെയിം ഒരേപോലെ. പക്ഷേ ഉണ്ടല്ലോ രാത്രിക്ക് ഇവിടെ അടിപൊളിയായിരിക്കും. രാത്രിക്ക് ഇതുണ്ടോ, ഇത് ഓരോ വെള്ളം പമ്പിന്ന് കുറ്റികളായത് ഇവിടെ വരെ ഉണ്ടത്. അപ്പോൾ രാത്രിക്ക് ഇതുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ എന്തായിരിക്കും. എല്ലായിടത്തും അതുണ്ട്. ഒരു വൈകുന്നേരം വന്ന് കാണാനായിരിക്കും ഇത് അടിപൊളി. കണ്ട ഇതാണ് മുഗൾ ഗാർഡൻ. ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അവിടെ പോകാൻ. കാരണം എല്ലാം ഗാർഡൻ കാര്യങ്ങളല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ പരിപാടി. അതുകൊണ്ട് ഇതുപോലെ പിള്ളേർക്കെല്ലാം വന്ന് എൻജോയ് ചെയ്ത് പോവാം. ഒരു പ്രത്യേകതര ഫ്ലവർ ഉണ്ടോ, ഇതുണ്ടോ? ഇത് കാശ്മീരിൽ മാത്രമുള്ളതാണോ എന്നറിയില്ല. കിടിലം പൂവല്ലേ. നമ്മളെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിള്ളേരെല്ലാം പോവാ കാരണം വെയിലേ നല്ല രീതിയിൽ. ഇവിടുത്തെ കാക്കകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുണ്ടോ കാക്കകൾക്ക് ഓരോ തൊപ്പി. പ്രത്യേകതരം കാക്കകൾ ഇവിടെ. അത് നോക്ക്, ഇതുണ്ടോ കൊള്ളാം. ഇവിടെ എല്ലായിടത്തും വെള്ളമുണ്ട് കേട്ടോ. ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോയ്ലറ്റുണ്ട്, വെള്ളം കുടിക്കാനുള്ള സംവിധാനങ്ങൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തൊക്കെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ബേക്കലും കോട്ടയിലൊന്നും വെള്ളം കുടിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല. അതൊക്കെ ചെയ്യണം. കാരണം ആൾക്കാർ അത്രയും, ഒന്നാമത് നമ്മുടെ അവിടുത്തെ ചൂട് അറിയാലോ, അത് ആൾക്കാർ അത്രയും ബുദ്ധിമുട്ടി വരുന്നതല്ലേ. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം. ഇത് റോസാപ്പൂ കണ്ടോ, ഏതാ അട്രാക്ഷൻ. അപ്പോൾ നമ്മൾ മുഗൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങാം. അവിടെയുണ്ട് ഇതുണ്ട്, അവിടെയുണ്ട് ഒരു എൻട്രി ടിക്കറ്റ്, ഇവിടെ ഉണ്ട് ഒരു എൻട്രി ടിക്കറ്റ്. ഇതാണ് അതിൻ്റെ പുറത്തെ സ്ഥലം. അപ്പോൾ ഇതുണ്ടോ മൊബൈൽ ATM.
ഹലോ ഭയ്യ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇതുണ്ടോ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഓ പൊളി. ഇത് കണ്ടോ, ആൾക്കാർ ചൂണ്ടിയിടുന്നു. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ ഇവിടെ സൈഡിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. ഇനി ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാടുണ്ട് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ. കണ്ടോ, ഞാനൊന്നും ഇവിടുന്ന് കഴിക്കുന്നില്ല. എനിക്ക് അധികം എണ്ണയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പല പല ടൈപ്പിലുള്ള ഡ്രസ്സ്, തൊപ്പി, പാനിപ്പൂരി കഴിച്ച്. ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിലെ പാനിപ്പൂരി ഒറിജിനൽ അല്ലാന്നൊക്കെ പറയില്ലേ, ശരിയാ. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ പാനിപ്പൂരി കഴിക്കാൻ വീണ്ടും വീണ്ടും തോന്നും. ചില ഞാൻ കുറേ കാലം കൂടിയാണ് പാനിപ്പൂരി കഴിക്കുന്നത്. അവിടെ നിന്നാണ് ഞാൻ കഴിച്ചത്. 20 രൂപയേ ഉള്ളൂ. പൈസ ഒന്നും എക്സ്ട്രാ ഒന്നും മേടിച്ചൊന്നുമില്ല. ഇത് ഇവിടുന്ന് ഒരു ഷീപ്പിന്റെ ഒരു ഇതാന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ചെയ്യാനാ. ഞാനിവിടെ ഒരു നമ്മുടെ മുഗൾ ഗാർഡന്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഇതാ നമ്മുടെ ഒരു നല്ല ക്വാളിറ്റിയുള്ള സാധനം പറഞ്ഞു 210 രൂപയ്ക്ക് പുള്ളി തന്നു. നമുക്ക് നോക്കാം ഇത് എത്ര നാൾ പോകും നോക്കാം. എന്തായാലും മേടിച്ചു. ഓക്കെ, താങ്ക് യു ഭയ്യ. ഐ വിൽ സെൻഡ് പീപ്പിൾസ് ഹിയർ ഇഫ് ഇറ്റ് ഈസ് ഗുഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ബാഗ് മേടിച്ചു. പുള്ളി പറഞ്ഞു ഇത് ഷീപ്പിന്റെ തോലാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനത്തെ പക്ഷെ തോന്നുന്നു, എനിക്കറിയാം. നല്ലതാണ്. പുള്ളിയുടെ കടയിൽ നമുക്ക് ഇനിയും വരാം. ഇതല്ല, ഇതാണ് പുള്ളിയുടെ ഡീറ്റെയിൽസ്. ഫാൻസൺസ്. ഇനി ഇവിടെ നമ്മൾ ദാൽ ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി നോക്കണം. നമ്മൾ വന്ന പോലത്തെ ചുമപ്പ് കളറുള്ള ബസ്സാന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ നോക്കാം. അവിടെ മറ്റേ വാട്ടർ ഷോ തുടങ്ങി കേട്ടോ. ചുമ്മാ ഒരു വെള്ളം ചീറ്റിപ്പറത്തി വിടുന്നുണ്ട്. എന്നാലും ഇത് ഷീപ്പിന്റെ ആയിരിക്കുമോ? ഉപയോഗിച്ച് നോക്കാലോ. റെഡ് ബസ് വന്നാൽ ഓടണം. നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ സിം എടുത്ത് ആക്ടിവേറ്റ് ആവണമെങ്കിൽ നല്ല സമയം എടുക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. 2 ദിവസം എടുക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വേണ്ട, അവിടെ കണ്ടോ. നിങ്ങളിവിടെ പരമാവധി വരുമ്പോൾ മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. എന്നിട്ട് മാത്രമേ ടാക്സിയോ ഷെയർ ടാക്സിയോ ഒക്കെ വിളിക്കാവുള്ളൂ. കാരണം ഭയങ്കര അറവാ. പിന്നെ നമുക്ക് ഗതിയില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് ഇവർ എന്തുകൊണ്ട് ബസ് വെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടാക്സി ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. വെറുതെ പൈസ മേടിക്കും. മറ്റേ നമ്മളെ ഇവിടെയൊക്കെ ലാഭമായിരുന്നു. എവിടെ നമ്മൾ ബനിഹാല് ജമ്മുന്നല്ല, നമ്മൾ ഉധംപൂർന്ന് ഇങ്ങോട്ട് വന്നത്, നമ്മുടെ ബനിഹാലിലേക്ക് വന്നത്, അതൊക്കെ ലാഭമായിരുന്നു. കാരണം 100 രൂപയ്ക്ക് 40, 48, 50 കിലോമീറ്ററിനടുത്ത്. അതൊക്കെ ഭയങ്കര ലാഭമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൂടുതലും ഇവിടുന്ന് സോളോ ട്രിപ്പൊക്കെ ആണെങ്കിൽ കൂടുതലും ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ എനിക്ക് ഇന്നത്തെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് വേറെ എവിടെയും പോകാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാതായി പോയി. നാളെ രാവിലെ എണീറ്റിട്ട് നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകണം. ഇതിപ്പോൾ ഇവിടെ നമുക്ക്
ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ ട്രിപ്പിൽ. ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ട് നോക്കാം. എവിടെയാണെങ്കിലും ഓക്കെയാണ്. നമ്മളിപ്പം നമ്മൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ അതിനൊരു തിടുക്കമുണ്ട്. അതപ്പം നാളെ തൊട്ട് പറ്റുമെന്ന് തോന്നുന്നു. കാരണം അവിടെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ 15 ഡിഗ്രി ഒക്കെയാണ്, ഇവിടെ 24 ഡിഗ്രിയൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇവിടെയും ഇവർ ഇതിട്ട് കേട്ടോ. മൊബൈലിൽ ചാർജും തീരുന്നുണ്ട്. നോക്കട്ടെ, ഇനിയിപ്പോൾ ചൊമ്പൂസ് വന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. എന്നിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ച് മൊബൈലൊന്ന് ചാർജിനിടണം. എന്നിട്ട് വേണം ദാൽ ലേക്കിലേക്ക് പോകാൻ. നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഭവം. ഇവിടുത്തെ ആൾക്കാരൊക്കെ തണുപ്പിൽ ജീവിച്ചുകൊണ്ടായിരിക്കും. ഇവർക്കൊന്നും തണുപ്പിനോടൊരു വിലയില്ല. കാരണം ബസ്സിനൊക്കെ ആയിട്ടാണെങ്കിലും വലിയ AC ബസ്സിന് ഫീ കൂടുതൽ അങ്ങനെയൊന്നും ഇവിടെ എടുക്കുന്ന കാണുന്നില്ല. ചെറിയ നമ്മുടെ നോർമൽ ട്രാൻസ്പോർട്ടേഷനിൽ കേട്ടോ, പബ്ലിക്കിൻ്റെ എക്സ്ട്രാ പൈസ, AC പ്രത്യേക പൈസ അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ഒരേ പൈസ. നമുക്കല്ല അവിടെ AC ഒരു പൈസ, നോർമലിൽ വേറൊരു പൈസ ഉണ്ടാവും കേട്ടോ. വലിയ വണ്ടിക്കൊക്കെ ഉണ്ടാവും, എന്നാൽ ചെറിയ വണ്ടിക്കൊന്നും അവരെ എടുക്കുന്നില്ല. അത് നല്ല കാര്യം അല്ലേ. നമ്മുടെ അവിടെ വരണം എല്ലാം AC ബസ്. കാരണം ഭയങ്കര നമ്മുടെ അവിടെ എന്ത് ചൂടാ. എല്ലാം ഓഫ് സീസൺ ആയതുകൊണ്ട് എല്ലാം സൈഡിലാണ് ബോട്ടുകളൊക്കെ കണ്ടത്. ബോട്ടാണോ സൈഡിലുള്ള ഗസ്റ്റ് ഹൗസ് പോലത്തെയാണോ എന്ന് അറിയില്ല.